ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ സാറുമാരെല്ലാം ഭയങ്കര തിരക്കിലാണ്. എത്ര മണിക്കാ സംഭവം നടന്നത്? സാർ ഒരു മീറ്റിംഗിലാണ്, അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ എന്താ ചെയ്യണ്ടേ? വെളിയിൽ വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യവും പിന്നെ കേസായി കൂട്ടുമായി വക്കീലായി നമ്മുടെ സമയവും പോകും. മൊത്തത്തിൽ പ്രശ്നമാണ് സാർ. അപ്പം എൻ്റെ വണ്ടി ഒരു കാര്യം ചെയ്യും, ഞാൻ GD നോക്കട്ടെ, ഇത് പരിശോധിച്ചിട്ട് പറയാം. ഇത് പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. അപ്പം അതിനെ വിളിച്ചേ. പ്രിയേട്ടൻ ഇപ്പൊ വരും. അവൻ നമ്മളെ ചതിച്ചതാടോ. നമ്മളോട് കാലത്ത് ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞു. ഇപ്പൊ നമ്മളോട് നെടുമ്പാശ്ശേരിയിലേക്ക് ചെല്ലാൻ. എനിക്ക് എറണാകുളത്തെ വഴിയൊന്നും അറിയാൻ പാടില്ല. എന്നാ വിളി. വിളിച്ചിട്ട് കിട്ടുന്നില്ല, കണക്ട് ആവുന്നില്ല. എന്നാ അവനെ വിളിച്ച് കിട്ടിയിട്ടുള്ളത്? സർ, ഡ്രെയിനേജ് വാട്ടർ ഫ്ലാറ്റിൽ നിന്ന് നേരിട്ട് ഒഴുക്കാതെ ഫ്ലാറ്റിൽ തന്നെ കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒഴുക്കാനുള്ള തീരുമാനം അസോസിയേഷനിലായിട്ടുണ്ട്. ഇതൊക്കെ പറ്റിക്കാനുള്ള അടവാണ് സാർ. സർ, 2 മാസത്തെ സമയം തന്നാൽ മതി. അതെ, ഈ സമയപരിധി നടന്നില്ലെങ്കിൽ ഒഴിഞ്ഞു പോയാലത് വേറെ വഴിയൊന്നും ഇല്ലെന്നറിയാമല്ലോ. ഒന്ന് ആലോചിക്ക്. എടോ, ഈ അഗ്രിമെൻ്റ് എഴുതിയിട്ട് 2 കൂട്ടരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേരെ കേട്ടോ. ഓക്കെ സാർ. അത് മാത്രമല്ല, ഈ നടന്ന സംഭവത്തിൽ മാപ്പ് പറയണമെന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറയാം സാർ. അല്ലടോ, ആ സ്ത്രീ അവരല്ലേ അപമര്യാദയായിട്ട് പെരുമാറി. അപ്പം അവരല്ലേ മാപ്പ് പറയണ്ടേ? നെറ്റ്വർക്ക് കിട്ടുന്നില്ല സാറേ. ഫോണിൽ കൂടെ പറ്റില്ല സാറേ, നേരിട്ട് തന്നെ പറയണം. അതെ, ആദ്യം നിങ്ങൾ തമ്മിൽ തീരുമാനം ഉണ്ടാക്കുക. ഈ കാര്യം പറഞ്ഞ് എന്നെ ഇനി വിളിച്ചേക്കരുത്. ഒന്ന് മുള്ളി വെച്ചു വരാം. ഈ നെറ്റ്വർക്ക് ഡൗൺ ആണല്ലോ. അതെ, ഇന്ന് തന്നെ പറയണം. ഇന്ന് തന്നെ പറയണം. സാർ പറഞ്ഞ കേട്ടില്ലേ? ശരി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. സാർ, എനിക്കൊന്ന് എയർപോർട്ടിൽ പോകണമായിരുന്നു. ഞാൻ ഒന്ന് നിർത്തിക്കണമെന്നോ? ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ മുങ്ങാൻ നോക്കണം. അതെ, പിടിച്ചകത്തിടണോ? ആദ്യം തന്നെ എഗ്രിമെന്റിൽ ഒപ്പിടാൻ നോക്ക്. അതുപോലെ നടന്നില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്തം താനായിരിക്കും. ഓർത്തണം. IT ജോലിക്കാരുടെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നോക്കാൻ ഒരാളില്ലാത്തതിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാം, പക്ഷേ 2 തവണ ഞാൻ ഫാദറിൻ്റെ ഫോണിലേക്ക് റിമൈൻഡർ അയച്ചു. ഷീ ഹാസ് നോട്ട് പേ ദ ഫീസ് ഫോർ ദ ലാസ്റ്റ് 2 months. നല്ല കാലിബറുള്ള കുട്ടിയാണ്, ബട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് ഇൻ ഹർ സ്റ്റഡീസ്. നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഫീസ് ഞാൻ ഇന്ന് തന്നെ അടച്ചോളാം മാം. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. പ്ലീസ്, ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു. നോ പ്രോബ്ലം, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. പ്രിയദർശൻ. ആര്? എന്തു പറ്റി? ഞാൻ എത്ര തവണ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഞാൻ ജാമ്യം എടുക്കാൻ വന്നത്. അല്ല സർ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ജിയ. മനസ്സിലായി, കൊള്ളാം. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. ജാമ്യത്തിലിറക്കാൻ വേണ്ടി ഫേസ്ബുക്ക്. താനെന്താ ഇവിടെ? എന്തൊക്കെ ഫ്രണ്ട്സ്? ആ ലേഡിയുടെ ആക്സിഡന്റിന്റെ ഓ, ഭാഗ്യമുണ്ട്. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇവരെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു സാർ, കഴിഞ്ഞു. ഇവരെങ്ങനെ പോകുന്നേ? ടാക്സി വിളിച്ചു, കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു അതെ, ഞാൻ എയർപോർട്ടിലേക്കെന്നല്ല പറഞ്ഞേ. ഇരിക്കുന്ന സ്ത്രീയെ കണ്ടോ? ഇവരെ കൂടെ അവിടെ ആക്കുവോ? വിരോധമൊന്നുമില്ലല്ലോ. വിരോധമില്ലാന്ന് നല്ല കമ്പനിയായിരിക്കും. സാറേ, എന്നോരോ കേസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ആളാണെന്നറിയാലോ. അപ്പോൾ അയാളോട് പറഞ്ഞു. അതെ,
അത് തനിക്കെന്നെ കുഴപ്പം? അയാൾ കൊണ്ടുകൊണ്ടു ഇവിടുത്തെ ശല്യം തീരില്ലേ? ഹാ, അത് തന്നെയല്ല, ഇവൻ്റെ തലയിൽ ലോകത്തുള്ള മൊത്തം കുരിശുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊന്നും കുരിശും കൂടെ ഇരിക്കട്ടു. തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല വിട്ടെ. സാർ. ഫ്ലാറ്റിൽ ഈ മലിനജലത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു. അത് പിന്നെ പതുക്കെ ഒരു തർക്കമായി തല്ലായി, അതാണ് പറ്റിപ്പോയി. ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ ഇത് ടാക്സി അല്ല, പിന്നെ അയാൾ എയർപോർട്ടിൽ പോകുന്ന. വിശ്വസിക്കാവോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുന്നതല്ലേ. ആ, അതുകൊണ്ട് തന്നെ പറഞ്ഞേ. അല്ല വിശ്വസിക്കാം, ആള് ഡോക്ടറാ, ഞങ്ങൾ അറിയുന്ന ആൾ തന്നെയാ. ആരായാലും കൊള്ളാം. അതെനിക്ക് 1-2 സ്ഥലത്തൂടെ ഇറങ്ങാനുണ്ട്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അധികം ദൂരം അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യും. ഞാൻ ബ്യൂട്ടി പാർലറിലെ അമ്മ ഇപ്പൊ വരാം. എന്താ? ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഒരേ വിളി. ചെക്കനങ്ങ് അമേരിക്കയിലാ. അപ്പൊ അവർക്കൊരു നോടൻ പെൺകുട്ടിയെ വേണമെന്ന്. വന്ന് കണ്ടിട്ട് പോട്ടെ ചോദിച്ചു, ഒരേ നിർബന്ധം. അപ്പൊ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോഴാണ് മെസ്സേജ് തന്നെ. എടോ, എന്നെ കണ്ട അങ്ങനെ ഒരു കിഡ്നാപ്പറെ പോലെ തോന്നുന്നുണ്ടോ? ഏയ്, ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. വരും. എടോ, താൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി വന്നത് ശരിയായില്ല. ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആകാമോ? ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന ആളെ കാണാൻ വേണ്ടി അവിടെ ആള് വെയിറ്റ് ചെയ്യണം. എനിക്കാ കോന്താൻ എന്തായാലും വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. എനിക്കൊന്നും പറ്റത്തില്ല, പരിചയമില്ലാതെ ഏതൊരുത്തിനെ പോയി കെട്ടാനൊന്നും. എങ്ങനെയുള്ള ഒരുത്തനെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നല്ല സിങ്കായി പോകുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്. അതിപ്പോ ഒന്ന് കെട്ടിയതാണേലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിനിപ്പോ കെട്ടിയവരെ മാട്രിമോണി നോക്കണം. അവർക്കിപ്പോ എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. അപ്പോ അല്ലാതെ കിട്ടൂലോ. നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആണല്ലോ അല്ലേ? ഇനി ഒളിച്ചോടെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്നതാ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഐ കാണ്ട് ടേക്ക് എനി മോർ കോംപ്ലിക്കേഷൻസ്. ഇത്ര സ്പീഡിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടാണ്, ഇച്ചിരി ബോധക്കുറവുണ്ടെന്നുള്ളൂ. അതെ അതെ, ബോധക്കുറവുള്ളതുകൊണ്ടാണല്ലോ എത്ര ബോറായാലും എല്ലാ ബ്ലോഗുകളും ഇരുന്ന് വായിക്കുന്നത്. ഈ വരുന്ന വൈറ്റ് വണ്ടിയല്ലേ? പ്രിയം വന്നില്ലേ? അല്ല, ഇന്ന് വൈകിട്ടല്ലേ മമ്മൂട്ടിയെ കണ്ടത്? ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാ? ഇന്നെങ്കിലും എല്ലാം കയറി പിടിക്കാതെ ഒന്ന് ഫ്രീ ആവുമോ? ഇപ്പൊ സമയം 10 മണി, വൈകിട്ട് 5 വരെ നമുക്ക് ഇറങ്ങാൻ ടൈമുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ? പ്രിയേട്ടനെ വീട്ടിൽ 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ട്. പുള്ളി അതൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇനി എങ്ങനെ ലേറ്റ് ആവും? 11 മണിക്ക് ഫ്ലാറ്റിൽ ചെറിയൊരു മാപ്പ് കുറച്ച് ചർച്ച ചെയ്യും. 11:30 ആകുമ്പോഴേക്കും ബാങ്കിലേക്ക് ഒന്ന് എത്തണം. 12 മണിക്ക് ഹോസ്പിറ്റലിൽ കയറണം. 1 മണിയാകുമ്പോൾ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് പോകണം. പിന്നെ 3 മണിയാകുമ്പോൾ അച്ഛനമ്മ ചാലക്കുടിയിൽ നിന്ന് വരിക. അവരെ പിക്ക് ചെയ്ത് നേരെ ഫ്ലാറ്റിലാക്കിയിട്ട് ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും 4-4:30. ഡീസന്റ് ഷെഡ്യൂളാണ്. ദൈവമേ, ഇതാണോ തന്റെ ഡീസന്റ് ഷെഡ്യൂള്? എടോ, താൻ അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ? ഈ കോംപ്രമൈസ് മീറ്റിംഗ് ഇല്ലേ 1 മണിയുടെ, അത് എയർപോർട്ടിലാണ്. താ ഒരു കാര്യം ചെയ്ത് എന്നെ ടാക്സി സ്റ്റാൻഡ് വിട്ടേക്ക്, ഞാൻ ടാക്സി എടുത്ത് പോയിക്കോളാം. ഇവരൊന്നും ആക്കിക്കോട്ടെ പ്ലീസ്. പുള്ളി എത്തുവോ? 4 പേരും കൂടെ പോകുന്നത് നല്ലത്, റിസ്ക് എടുക്കണ്ട. ഇല്ല, ഞാൻ ഇന്നലെ കൂടെ സംസാരിച്ചാ പുള്ളി ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. എത്തിക്കോളൂ. കേറ്. നമുക്ക് അവിടെ ചെന്നിട്ടേ രാജേട്ടൻ്റെ വണ്ടിയിലങ്ങ് പോവാം. വണ്ടി വിട്ടു. ഹലോ ചേച്ചി. ശ്രീജിത്തിനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. നിന്നെ വിളിച്ചിരുന്നോ? ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ കാണാമെന്ന്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ദാ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് വന്നാൽ മതിയെന്ന്. എന്താ ചേച്ചി? ഒന്നുമില്ല, ഞാൻ നിന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ശരി ശരി, ഓക്കെ. എന്താ അമ്മേ? ഒരാവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല, സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചാലും നോക്കൂല്ലോ നിന്റെ അച്ഛൻ. എന്താ? എനിക്ക് മടുത്തു. ഒന്ന് പറയാം. ഒന്നുമില്ലാന്ന്.
ദേ ഇതാ വീട്. അയ്യോ ആ എല്ലാവരും ഉണ്ടല്ലോ. നല്ല ബെസ്റ്റ് ടൈമിങ്. ഇവിടെ ഇറങ്ങി ഇനി ചായയൊക്കെ കുടിച്ചിട്ടാണോ പോകുന്നേ? അല്ല ശരി. ഇവിടുന്ന് പോയപ്പോ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരാ? ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാൻ വന്ന. അത് ഇത് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകുന്ന വഴി. അല്ല, നിങ്ങളുടെ ഈ കള്ളത്തിരക്കൊക്കെ കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ. വേറെ മൈൻഡ്. ജീവിതമാണ് സർക്കാർ, ജോലി നൽകൂ സർക്കാർ, ജോലി നൽകൂ സർക്കാർ, സേവ് CPO റാങ്ക് ലിസ്റ്റ്, ജോലി നൽകൂ സർക്കാർ, നീതി നൽകൂ സർക്കാർ, ജീവിതമാണ് സർക്കാർ. എന്താ പ്രശ്നം? ചേട്ടാ ഞങ്ങള് സാധാരണക്കാരുടെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ മന്ത്രിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? ഇനി ഞെട്ടിക്കുന്ന രീതിയിൽ സമരം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ജോലി നൽകൂ സർക്കാർ, സേവ് CPO റാങ്ക് ലിസ്റ്റ്, ടാക്സി സ്റ്റാൻഡ് ഒന്നും എത്താറായില്ലേ? എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാ ട്രാവല്? ഇപ്പൊ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അല്ല എനിക്കൊന്ന് ഹോസ്പിറ്റലും ഫ്ലാറ്റിലും കയറിയാൽ മതിയായിരുന്നു. എനിക്കല്ല അത്ര വിശ്വാസമില്ല. ഇനി ഇതുപോലെ വേണ്ടാത്തൊക്കെ വലിഞ്ഞേറി വരുന്ന ആർക്കറിയാം. പോരാത്തതിന് ഓരോ ഫാൻസ്. ഹലോ ഹലോ, ഞാൻ ഗിബ്സൺ ആണ്. ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നേ. ഐ ഓൾറെഡി ടോൾഡ് യു റൈറ്റ്. ഇതൊരു കുട്ടിയുടെ കാര്യമല്ലേ? വെറുതെ വണ്ടി അടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എടോ തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയാ നേരിട്ട് കാണണമെന്ന് പറയുന്നത്. ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതെ, നിങ്ങൾ കാശിന്റെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്തണം. ഞാൻ എത്ര പേരെ വിളിച്ചോണ്ടിരിക്കുക? എനിക്ക് വേറെ പണിയുണ്ടെന്നേ. ഈ ബ്ലാക്ക് മെയിലിംഗിന് എനിക്ക് കേസ് കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഒരു കുട്ടിയുടെ കാര്യം ആയിപ്പോയതുകൊണ്ടാ ഞാൻ കുട്ടിയുടെ കാര്യമായിട്ടാ ഞാനും ഇത്ര കൺസേൺ ആവുന്നത്. അപ്പൊ ഇന്ന് തന്നെ നമുക്കൊരു ഫൈനൽ സെറ്റിൽമെന്റ് ഇരിക്കാം. എയർപോർട്ടിനടുത്ത് എന്റെ ഓഫീസ്. വണ്ടി ഞാൻ അയക്കാം. ഡ്രൈവറുടെ നമ്പറും വണ്ടിയുടെ ഫോട്ടോയും ഞാൻ വാട്സാപ്പ് ചെയ്യും. ഓക്കെ, ഐ ട്രൈ. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യും. നോക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അയ്യോ അല്ല, ഉറപ്പ് പറയണം. ഞാനിന്ന് വേറെ മീറ്റിംഗ് കൊടുക്കുന്നില്ല. അപ്പൊ ശരി. ഡോക്ടർ ഡ്രൈവറിന്റെ പണിയെടുത്താൽ മതി. അല്ല ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടി
ഓക്കെ ആണോ? സോറി, പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ അങ്ങനെ പറ്റിപ്പോയതോ. എവിടെ നോക്കിയാ മിസ്റ്റർ വണ്ടി ഓടിക്കുന്നേ? ഗ്ലാസ് പൊട്ടി കണ്ടില്ലേ? അല്ല, അത് നിങ്ങളല്ലേ റോങ് സൈഡ് വന്നത്. എൻ്റെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. എന്റെ ചേട്ടനെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. താൻ ഓവർ സ്പീഡിൽ വന്നോണ്ടല്ലോ ഈ ഗ്ലാസ് പൊട്ടി. അല്ല, ഇനി ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ എത്ര കാശാവും അറിയോ തനിക്ക്? എന്താ ചെയ്യേണ്ടത്? കാശ് പിച്ചക്കാർ ചോദിക്കണ പോലെയാണ് കാശ് ചോദിക്കുന്നത്. കാറേ എന്റേതാ, പക്ഷെ അതൊക്കെ ചോദിക്കാൻ മനുഷ്യൻ. നമുക്കൊന്ന് സെറ്റിൽ ചെയ്താലോ? എൻ്റെ കയ്യിൽ കാർഡേ ഉള്ളൂ. ഇവിടെ അടുത്ത് ATM ഉണ്ടല്ലോ, നമുക്ക് ATM എടുക്കാം. സ്റ്റോപ്പ് ഇറ്റ്. വണ്ടി ഓടിച്ച് ഇങ്ങോട്ടൊന്ന് കേട്ടിട്ട് ഞാൻ പറയുന്നോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് കൊടുക്ക്. അല്ല ഡോ, താ വണ്ടി എടുക്കണോ? കാശ് കൊടുക്കാൻ നടക്കുന്നു. യു ഡിസേർവ് ദിസ്. അവരുടെ മിസ്റ്റേക്കിന് അവരുടെ വായിലിരിക്കുന്നതിനെ കേട്ടപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ട് പോട്ടെ നീ. ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരു ദിവസം എത്ര വർഷങ്ങളുണ്ടാവും? ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ത്രീ ഇതുപോലെ എന്റെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് ചാടിയതാ കുട്ടിയായിട്ട്. അങ്ങനെ എന്റെ വണ്ടി ആക്സിഡന്റ് ആയത്. കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഞാൻ എന്റെ കയ്യിരിക്കുന്ന കാശ് കൊടുക്കുകയും ചെയ്തു. അതാ ഇപ്പൊ ഞാൻ പുലിവാലി പിടിച്ചിരിക്കുന്നത്. ഇന്നലെ അയച്ചോണ്ടല്ലോ ഇത് മതിയോ? ആ നമുക്ക് പോവാ. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റണേ. കുപ്പികളെ കാത്തോണ്ടേ. പോവാ. അടിപൊളി ഷർട്ടാണല്ലോ ചേട്ടാ. ഇന്നലെ വാങ്ങിച്ചാണ് ഫോട്ടോ എടുക്കാനുള്ളല്ലേ? രാജേട്ടാ, അവരും വരുന്നുണ്ട്. എന്റെ രാജേട്ടാ, നമ്മളെന്താ ടൂറ് പോവാണോ? അയ്യോ, എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ ഭാര്യ മക്കളും. രാജേട്ടൻ ഇങ്ങ് വന്നേ. ഇതിപ്പോ നമ്മള് മമ്മൂട്ടിയോട് ജസ്റ്റ് കഥ പറയാൻ വേണ്ടി പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ അപ്പൊ കഥ അവരും കേക്കട്ടെ, നല്ലതല്ലേ? കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സസ്പെൻസ് ഒക്കെ അങ്ങ് പോയില്ലേ? ആണോ? മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവരാം, അവിടെ ഇരുത്താം, ഭക്ഷണം കൊടുക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ആവാലോ. ആണല്ലേ? അന്ന് ഇപ്പൊ അവരോട് വരണ്ടെന്ന് പറയാല്ലേ? ഒരു മിനിറ്റ്. അതേ, നിങ്ങൾ ഇവിടെ ഇറങ്ങ്. ഞാൻ മമ്മൂക്കാനെ പോയി കണ്ടിട്ടേ കഥ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതല്ലേ നല്ലത്? വാ, എല്ലാവരും ഇറങ്ങി 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 വാ, ഇറങ്ങി അങ്ങോട്ട് പോയിക്കോ. തൽക്കാലം ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ശരി. പോട്ടെ പോട്ടെ പോട്ടെ. റിവേഴ്സ് പോട്ടെ, റിവേഴ്സ് പോട്ടെ. ശരിയാക്കുമല്ലോ. ഹലോ, റെഡി ആയല്ലേ സർ? ഞാൻ ബാങ്കിലേക്ക് വരാം. ഇല്ല ഫ്ലാറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇല്ല ഞാൻ വരാം സർ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ വർക്ക് ചേട്ടാ? യൂണിയൻകാർ പ്രശ്നം ഉണ്ടാക്കും. അഡ്മിറ്റ് ആക്കിയിട്ട് വന്നാ സാറേ, പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് പോണം. ഇപ്പൊ ശോഭ വിളിച്ചു പറഞ്ഞു എന്തോ ഡിലേ ഉണ്ട്. ഇതെന്താ? അതൊക്കെ റെഡി ആയിക്കോളൂ. അത് 3Bയിലെ വാടകക്കാരാ സാറേ. ഇതിപ്പോ 3ാമത്തെ വീട്ടുകാരെ ഒഴിഞ്ഞു പോകുന്നു. എല്ലാവർക്കും പേടിയാ സാറേ. പിന്നെ വേസ്റ്റ് വാട്ടറിന്റെ കാര്യത്തിൽ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ ആ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന പാർട്ടിനെ വിളിച്ചിട്ടൊന്ന് അത് ഞാൻ ചെയ്തോളാം സാറേ. ഗോപാലേട്ടാ, ഇതൊന്നേ മോളിൽ കൊടുത്തേക്കണേ. അയ്യോ അതെ, നീനമൂളും കുട്ടിയും വന്നിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഇത്തിരി കലിപ്പിലാന്ന് തോന്നണേ. ഞാൻ അവരെ വിളിക്കാനും മറന്നുപോയല്ലോ. എടോ, വനിത സുന്ദരയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക? അവർ മാപ്പൂർന്നില്ലേ പ്രശ്നം കൂട്ടോ? എന്റെ പൊന്ന് സാറേ, സാറ് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് എന്നാ എനിക്കിട്ടും കിട്ടും. വന്നേ. ഒന്നിങ്ങോന്നേ, ഒരു കസേര വേണമല്ലോ. ആരാ? വയ്യാത്ത ഒരാൾ കസേര വഹിക്കുമ്പോ തനിക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അയാളെ തല്ലി ശരിയായില്ല. അങ്ങനെ എന്റെ അനിയത്തിയോട് അമ്മാതിരി വർത്തമാനോ സാറേ പറഞ്ഞത്? എന്ന് തല്ലാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അയാൾ മാപ്പ് പറയണം. ഞാൻ എന്തിനാ അതിന് മാപ്പ് പറയണ്ടേ? നിങ്ങൾ ഈ പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. നമ്മുടെ നല്ലതിന് പറയാം. മാപ്പ് ഞാൻ പറയാം. സാറിന്റെ സിനിമയല്ലേ, അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാവോ? സിനിമയിലെ റോളും മാപ്പും തമ്മിൽ നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊടുക്കുന്നത്? ഞാൻ അതിന് മാത്രം വലിയ എഴുത്തുകാരനൊന്നും ആയിട്ടില്ല. അത് സാറ് ചുമ്മാ പറയുന്ന. സാറ് നിരൂപിച്ചാൽ എന്റെ അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് സാർ ഇപ്പൊ പറയണം. എങ്കിൽ ഞാൻ മാപ്പ് പറയാം.
ദേ ഷമീർ ആളെ കൂട്ടി മാപ്പ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അതൊന്ന് ശരി, മാപ്പ് പറയും, ഒരു റോള് ഞാൻ കൊടുക്കാം. ആ എന്നാ മാപ്പ് വാങ്ങാമെന്നാ നാറിയെ വിളി. എന്താ മാപ്പ് പറയുന്ന വീഡിയോ എടുത്തു ആവട്ടെ, മുഴുവൻ കിട്ടണം കേട്ടോ. അങ്ങനെയാണ് തല്ലുന്നതിന്റെ വീഡിയോ എടുക്കണം. അയ്യ അത് കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ആകാലോ എന്ത് തല്ലുന്നതിന്റെ വീഡിയോയെ. എന്നാ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വേഷം കെട്ട് വർത്താനം പറയാതെ മര്യാദക്ക് മാപ്പ് പറയാൻ നോക്ക്. SI പറഞ്ഞിട്ടുണ്ടോ? സോറേ, ഇയാള് സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഈ ചെയ്യാൻ നല്ലത്. എന്നാ പോയി കേസും കൊടുക്കും ഞാൻ. ഒരു മിനിറ്റ്, നൈസായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. എന്താ സാറേ? അനീതിക്ക് നല്ല ഡയലോഗുള്ള റോള് വേണ്ട സിനിമയിൽ. നിനക്കതാണോ വേണ്ടേ? എങ്കിലവിടെ നായികയോ? നായകയാകാനൊന്നും പറ്റില്ല, പവർഫുൾ ഡയലോഗുള്ള ഒരു വേറെ റോള് കൊടുക്കാം. നിങ്ങൾ മാപ്പ് പറയും. പറ്റിക്കുവോ? ഇല്ല പറ്റിക്കില്ല, മാപ്പ് പറയും. സാറ് പറഞ്ഞ വിശ്വാസമാണോ? ആ മാപ്പ്. ഇതാ മാപ്പ്? ഇങ്ങനെയാണോ മാപ്പ് പറയണത്? ആ ഇപ്പൊ തന്നതിന് മാപ്പ്. നീക്ക് എന്ത് മണ്ടന്മാരടാ. അപ്പളേം കൈയടിച്ചേക്കണ്. 2-3 പ്രാവശ്യം പറയിപ്പിച്ചാണ് ഞാൻ. സാറേ, അനിയത്തിയുടെ കാര്യം മറക്കല്ലേ. ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് നമുക്കിനി പോവാം. ഇജാതി കച്ചറ പരിപാടികളാണോ തന്റെ?